എടാ പ്രാന്ത യു ബ്രോ. എന്ത് കോപ്രാണ്ടി ആടാ കാണിച്ചുകൊണ്ടിരിക്കണത്? എടാ ഒരു ഇൻ്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യടാ. എടാ എന്ത് ഇൻ്റർവ്യൂ ആടാ അത്? പ്രാക്ടീസാ? അല്ലടാ, ഇവിടെ ഒരു നമ്മുടെ റേഞ്ചർ സാറ് പറഞ്ഞു കഴിഞ്ഞ ദിവസം. അതിന് ഇതെന്ത് കാര്യം ഇരിക്കുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം കപ്പയൊക്കെ കഴിച്ചിട്ട് ചെറിയ വാട്ടീസൊക്കെ അടിച്ചപ്പോഴേ അന്ന് വാള് വെച്ചത് ഇതിലെന്ത് വയറിലാവൻ? ഇതൊക്കെ മിക്കവരും വെള്ളമടിച്ച് വാള് വെക്കണത് സ്ഥിരമല്ലേ, പിന്നെ എന്താ ഇത്ര ഇത്? അപ്പോൾ ആ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെല്ലാം കൂടി എന്ത് ചെയ്തെന്ന് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് യൂട്യൂബിലിട്ട്. ഇപ്പം ഞാൻ വൈറൽ പാട്ടുകാരനാണ്. കാരണം ഞാൻ എന്തോ വലിയ സംഗീതത്തിൻ്റെ സാധകം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഇത് കണ്ട് നമ്മുടെ ഇപ്പോഴത്തെ റേഞ്ചർ സാറാണെങ്കിൽ പഴയ ടു ആണല്ലോ. പുള്ളി നല്ല സംഗീതം അറിയാവുന്ന മനുഷ്യനല്ലേ. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വെള്ളിയാഴ്ച ഒരു ഇൻ്റർവ്യൂ വയ്ക്കാം, നീ ഒന്നൊന്ന് അറ്റൻഡ് ചെയ്യും, നിനക്ക് ഒരു ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അല്ലടാ, ഇതുകൊണ്ട് എന്താ കാര്യം? എനിക്ക് മനസ്സിലാവില്ല. ഈ പ്രാന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം? എടാ, നിനക്കൊക്കെ ബുദ്ധി വേണം. ഞാൻ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ആനയും പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ വന്നിച്ചിട്ട് പാട്ട് പാടണം. അപ്പം ഇവർക്ക് വലിയ ചിലവില്ലാതെ ഒരാൾക്ക് ശമ്പളം തന്നാൽ മതിയല്ലോ. വലിയ ചിലവില്ലാതെ ഞാൻ കരയൊക്കെ വെച്ചിട്ട് പാട്ട് പാടും. പാട്ട് പാടുമ്പം ഇങ്ങനെ ആനയൊക്കെ ഇങ്ങനെ വന്നിട്ട് പേടിച്ച് കാട്ടിലേക്ക് അങ്ങ് ഓടിപ്പോകും. അതുകൊണ്ട് അവർ അങ്ങനത്തെയാണ്. നിനക്ക് സംഗീതത്തെ പറ്റി വല്ലതും അറിയണോ? അല്ലടാ, മര്യാദക്കുള്ള സംഗീതം പറഞ്ഞാൽ പോരെ? ആര്? ദാസേട്ടനൊക്കെ പാടുന്ന ശുദ്ധമായ സംഗീതം. അതെ, അവർക്കൊക്കെ സംഗീതം അറിയണോ? സംഗീതം ഇതാണോ? ഏത്? ഈ കോപ്രാണ്ടി കാണിക്കല? ഇതാണ് ട്രെൻഡ്. എടാ, ഇത് കാണിച്ചാൽ മതി. പോലെയുള്ളതിനാണ് മടലും വെട്ടി അടിക്കണമെന്ന് പറയില്ലേ? നീ അത് വിട്. നീ ഇന്നലെ എവിടെയായിരുന്നു? എടാ, അത് ആ പള്ളിപ്പെരുന്നാൾ നടന്നില്ലേ, അവിടെ ഗാനമേളൊക്കെ ഉണ്ടായി. അതിന്റെ പിന്നാലെ ടീമിന്റെ ഗാനമേള. അത് തന്നെ, കരോക്കേട്ടൊക്കെ പാടി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരുത്തം പാടാൻ കയറിയിട്ട് പെൻഡ്രൈവ് കുത്തി ഹരിമുരളീവൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഹനുമാൻ കൈൻഡ് പിന്നെ മണ്ണാങ്കട്ടാണ് അവൻ കുത്തി പെൻഡ്രൈവ് മാറിപ്പോയി. അവനെ ഓടിച്ചിട്ടുണ്ടല്ലോ, ഭാഗ്യത്തിന് ഓടിയോ മാത്രമേ വന്നുള്ളൂ, വീഡിയോ ഇല്ലാഞ്ഞത് അവന്റെ ഭാഗ്യം. അവൻ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളക്കൂല. പക്ഷെ അപ്പൊ അതിന്റെ പിന്നാലെ നമുക്ക് ഇത്തിരി കേസും കൊണ്ടാൻ വേണ്ടി വന്ന് ഇത്തിരി ഓട്ടത്തില്. ശരി, അടിപൊളി. എന്ത് പറയാനാ? എടാ, നിങ്ങളെ ഞങ്ങളെ പോലെയുള്ള പുതിയ കലാകാരന്മാരെ വിളിച്ച് പാടിക്കടാ. എടാ, ഞാൻ പോട്ടെ കേട്ടാ. ബ്രോ, എടാ, എനിക്കൊരു വീഡിയോ പിടിച്ചു തരുമോ? എനിക്ക് വേറെ പണിയുണ്ട്. എന്താണെന്നറിയോടാ? എടാ, എൻ്റെ ആരാധകർക്ക് ഇപ്പം പാട്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ദിവസവും യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പം ഒത്തിരി ഫാൻസ് ഉള്ളതാണ്. പിന്നെ കുറച്ച് പണിയില്ലാത്ത യൂട്യൂബ് ചാനലുകാർ ഇൻ്റർവ്യൂ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം, എടാ, രവിയേട്ടൻ്റെ മോളെടുത്തേ, അവൾ ഗർഭിണിയല്ലേ, പുറത്തുനിന്ന് നിന്നിച്ചിട്ട് വാള് വെക്കരുതെന്ന് പറയണേ. എടാ, വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് യൂട്യൂബിലിടും. പിന്നെ പണിയില്ലാത്ത കുറേ യൂട്യൂബ് ചാനലുകാരെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കും. പിന്നെ എനിക്ക് കോമ്പറ്റീഷൻ ആവും. ഒന്ന് പറഞ്ഞേക്കണേ. എടാ, താങ്ക് യു. അപ്പോൾ കാണാം. ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങട്ടെ. അപ്പോൾ കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹരിമുരളി രവൻ തന്നെ പാടാം.